കാലം ചിത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകം വിട നൽകുകയാണ്. ഇന്ത്യ സമയം ഉച്ചയ്ക്ക് 1:30-ക്കാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. മാർപ്പാപ്പയുടെ ശവമഞ്ചം അടയ്ക്കുന്ന കർമ്മം പൂർത്തിയായി. വത്തിക്കാനിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വത്തിക്കാനിൽ ഒരു മാർപ്പാപ്പയുടെ വിയോഗം ഉണ്ടാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചടങ്ങുകൾ ഉണ്ട്. അത് മരണം പ്രഖ്യാപിക്കുന്നത് മുതൽ ഏറ്റവും അവസാനം ഇതിൻ്റെ അടക്കം, അതിനുശേഷം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്, ഇതെല്ലാം വളരെ പാരമ്പര്യമായ എത്രയോ വർഷങ്ങളായി തുടർന്നു വരുന്ന ചടങ്ങുകളാണ് ഉള്ളത്. അതിൻ്റെ ഓരോ ചടങ്ങുകളായാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര എങ്ങനെയായിരിക്കണം, അത് ഏത് പള്ളിയിലായിരിക്കണം, അതിനെ തയ്യാറാക്കുന്ന പേടകം എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിലാഷമനുസരിച്ചുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ വത്തിക്കാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ തീർച്ചയായും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ള ഏകദേശം 130ഓളം രാഷ്ട്രങ്ങളിലെ തലവന്മാരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി വത്തിക്കാനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. 1:30-ക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുക. ഇപ്പോൾ പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ട്. പ്രദീപ്, നിലവിൽ ഇപ്പോൾ നടക്കുന്ന ചടങ്ങുകൾ എങ്ങനെയാണ്? ഈ 1:30-ക്ക് ആരംഭിക്കുന്ന സംസ്കാര ചടങ്ങ് എത്ര സമയം നീണ്ടു നിൽക്കും? ദിവിഷ, ജനകീയനായ മാർപ്പാപ്പ എന്ന് പൊതുവിൽ അറിയപ്പെട്ടിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇന്ന് ലോകം വിട നൽകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങുക. 3 ഘട്ടങ്ങളായാണ് സംസ്കാര ശുശ്രൂഷകൾ. അതിൻ്റെ ആദ്യഘട്ടം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മുറിയിൽ വെച്ച് തന്നെ തുടങ്ങിയിരുന്നു. 2ാം ഘട്ടമാണ് വത്തിക്കാൻ ചത്തുരത്തിൽ നടക്കുന്നത്. 3ാം ഘട്ടമാണ് സെയിൻറ്റ് മേരി മേജർ ബസലിക്കയിൽ വെച്ച് നടക്കുന്നത്. 2ാം ഘട്ടത്തിൻ്റെ തുടക്കത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് തുടക്കം. അതിന് ശേഷമാണ് മൃതദേഹം അടങ്ങുന്ന പേടകം സെയിൻറ്റ് മേരി മേജർ ബസലിക്കയിൽ കൊണ്ടുപോകുന്നത്. പൊതുദർശനം പൂർത്തിയായി കഴിഞ്ഞ് മൃതദേഹ പേടകം അടച്ചിട്ടുണ്ട്. ഇനി ആർക്കും നേരിട്ട് മൃതദേഹം കണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്ന് പറയുന്നത് സാധ്യമായ ഒരു കാര്യമല്ല. ഏതാണ്ട് ഈ വത്തിക്കാൻ ചത്തുരത്തിൽ നിന്ന് 2 കിലോമീറ്ററോളം അകലെയാണ് സെയിൻറ്റ് മേരി മേജർ ബസലിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് പ്രദക്ഷിണമായാണ് കൊണ്ടുപോകുന്നത്. അവിടെ നടക്കുന്ന ബറിയൽ ചടങ്ങുകൾ, അതായത് മൃതദേഹം കല്ലറയിലേക്ക് എടുത്തു വയ്ക്കുന്ന ചടങ്ങുകളും മറ്റും തികച്ചും സ്വകാര്യമായി നടത്താനാണ് ആഗ്രഹിക്കുന്നത് എന്ന് വത്തിക്കാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കേവലം 50 പേരിൽ താഴെ വരുന്ന കർദിനാൾമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും അവിടേക്ക് പ്രവേശനം അനുവദിക്കുക. ഏതാണ്ട് ഒരു 1 മണിക്കൂർ കൊണ്ട് അവിടുത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കും. ഇന്ത്യൻ സമയം അനുസരിച്ചാണെങ്കിൽ ഒരു 4-4:30 മണിയോടുകൂടി ഈ ചടങ്ങുകൾ പൂർണ്ണമായും പൂർത്തിയാക്കുമെന്നാണ് കരുതുന്നത്. ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 170 ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. ഇവരിൽ തന്നെ ഏതാണ്ട് 50 പേർ വിവിധ രാജ്യങ്ങളുടെ തലവന്മാരാണ്. അതായത് പ്രധാനമന്ത്രി, പ്രസിഡന്റ് തുടങ്ങിയവർ. കൂടാതെ രാജകുടുംബാംഗങ്ങളായി 10 പേരിൽ അധികം എത്തിയിട്ടുണ്ട്. ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇന്ന് വത്തിക്കാനിലാണ് എന്ന് പറയാം. അവിടെ മറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച മുതലാണ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചത്. അന്നു മുതൽ ഇന്നലെ വൈകിട്ട് വരെ ഏതാണ്ട് 2.5 ലക്ഷം പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു എന്നാണ് വത്തിക്കാൻ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഇന്ന് ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രമായി 3 ലക്ഷത്തോളം ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുമെന്നും കരുതുന്നു. കൂടാതെ അടുത്ത മാർപ്പാപ്പ ആരായിരിക്കും എന്ന് സംബന്ധിച്ചുള്ള ചടങ്ങുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടിയാണ് പ്രദീപ് പങ്കുവച്ചത്.